ഒമാനിൽ വന്നിറങ്ങിയ ദിവസം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. എനിക്ക് 26 വയസ്സ് ആയിട്ടുള്ളൂ. ഐ വാസ് ദ യങ്ങസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഇൻ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. ഇന്ന് ഹോസ്പിറ്റലൊക്കെ നാമാവശേഷമായി. അന്ന് 1977 ജാനുവരി 18-ാം തീയതി രാവിലെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഒമാനിൽ വന്നിറങ്ങിയ ദിവസം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഒരു രാവിലെ ബോംബെയിൽ നിന്ന് ഗൾഫ് എയറിൻ്റെ ട്രൈ സ്റ്റാർ വിമാനത്തിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തായ മറ്റൊരു ഡോക്ടറും പോണ്ടിച്ചേരി ജിപ്മർ മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹം കൂടി അവിടെ വരികയും മിനിസ്ട്രിയുടെ ഓഫ് ഹെൽത്തിൻ്റെ ഒഫീഷ്യൽസ് വന്ന് ഞങ്ങളെ സ്വീകരിക്കുകയും അവിടുത്തെ അന്നത്തെ ഏക 5 സ്റ്റാർ ഹോട്ടലായിരുന്ന അൽഫലാജ് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുകയും ചെയ്തു. മസ്കറ്റിൽ തന്നെയായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. മസ്കറ്റ് പാലസിനടുത്തുള്ളൊരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലൊക്കെ നാമാവശേഷമായി. പക്ഷെ അന്ന് 1977 ജാനുവരി 18-ാം തീയതി രാവിലെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒമാനിലൂടെ ഒരു വലിയ യാത്രയായിരുന്നു. എനിക്ക് 26 വയസ്സ് ആയിട്ടുള്ളൂ. ഐ വാസ് ദ യങ്ങസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഇൻ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. അത് കാരണം നാച്ചുറലി എനിക്ക് കുറേ ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. ജൂനിയർ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ചില സാക്രിഫൈസുകൾ വേണ്ടി വന്നു. അത് എൻ്റെ അടുത്ത ട്രാൻസ്ഫർ പിന്നെ സലാലയിലേക്കായിരുന്നു. വളരെ സുന്ദരമായ ഒരു കൊല്ലമാണ് അവിടെ കഴിഞ്ഞത്. താബൂസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വലിയ ഒരു ജർമ്മൻ ബിൽറ്റ് ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ പിന്നത്തെ പോസ്റ്റ്. ഏകദേശം 4 വർഷം ഒമാനിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് സൗദിയിലേക്ക് മാറുന്നത്. അല്ല, ഏകദേശം 6 വർഷം. 77 മുതൽ 82 അവസാനം വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് നല്ല ലെക്ചറേറ്റീവായിട്ടുള്ളൊരു ജോലി റിസൈൻ ചെയ്തു. എന്താ വെച്ചാൽ ഇവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാതെ ഒരു ഉയർച്ചയില്ലാന്ന് തോന്നിയുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് ഓസ്ട്രേലിയ വിയന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പീഡിയാട്രിക്സ് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോയി. വീണ്ടും പഠനം. ആ പഠനം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം, വീണ്ടും മനസ്സിലുള്ള വലിയ ആഗ്രഹമായിരുന്നു റോയൽ കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി എടുക്കണമെന്നുണ്ട്, UK പോകണമെന്നുള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ ഞാൻ UK പോയി. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ആ UK സാഹചര്യങ്ങൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഹോം സിക്നെസ്സും അവിടുത്തെ കാലാവസ്ഥയും ഒരു പക്ഷേ അവിടുത്തെ കൾച്ചറും ഒക്കെ എന്നെ കുറച്ച് എൻ്റെ ആ യൂറോപ്യൻ ആഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി. അപ്പോൾ ഇരിക്കുമ്പോഴാണ് എനിക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ സൗദി അറേബ്യയിൽ നിന്ന്, അതും മദീനയിലേക്ക് എനിക്കൊരു ജോബ് കിട്ടി. അപ്പോൾ അങ്ങനെ മദീനയിലേക്ക് പോയി. അതിനുശേഷം നല്ല കോൺഫിഡൻസ് ആയപ്പോഴും ഞാൻ അവിടെ നിന്ന് രാജിവെച്ച് ഒരു സ്വന്തമായി ഒരു മെഡിക്കൽ സെൻറ്റർ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2000-ലാവുമ്പോൾ ഒന്നും ഇന്നത്തെ ഗൾഫോ സൗദിയോ അല്ല. അന്ന് ഒന്നും ഒറ്റയ്ക്ക് നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സംവിധാനമായിരുന്നു. എല്ലാം നമ്മളൊരു സ്പോൺസറെ ഡിപ്പെൻഡ് ചെയ്തു ഒരു ലോക്കൽ അറബിയയുടെ പേരിലും 100% ചെയ്ത് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്, നമ്മുടെ യൂസുഫലി സാഹിബ് എല്ലാ കൊല്ലവും ഉംറയ്ക്ക് വരും. അവിടെ റമദാൻ്റെ രാഹത്തി സഭ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. ഞങ്ങൾ കുടുംബക്കാരും ഫാമിലി ഫ്രണ്ട്സും അവരുടെ ബന്ധുക്കളൊക്കെ ഉള്ള നിലയ്ക്ക് എപ്പോഴും കാണുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, ആ ജോലിയിലേക്ക് തുടങ്ങണം. അദ്ദേഹം പറയല്ല, അദ്ദേഹം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നതിൻ്റെ ഒരു ഇൻസ്പിരിറ്റിലും എൻ്റെ ഒരു വലിയ സുഹൃത്ത് വലയം ഇവിടെയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലും ഞാനിവിടെ വന്ന് ഒരു ക്ലിനിക്ക് ആദ്യം ഷാർജയിൽ തുടങ്ങി 2000-ലാണ്. അപ്പോൾ അതൊരു വലിയ വഴിത്തിരിവും ഒരു വലിയ എക്സ്പീരിയൻസും ആയിരുന്നു. പക്ഷേ മാഷാ അല്ലാഹ് അതൊരു വലിയ സക്സസ്സും ആയിരുന്നു.
ആതുര ജീവിത സാഫല്യം എന്നൊരു ആത്മകഥ എഴുതണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? മുമ്പൊന്നും ഒരു ബുക്കിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് പൊതുവെ എല്ലാ രംഗങ്ങളിലും ഒരു മുരടിപ്പുണ്ടാവുകയും മെഡിക്കൽ രംഗത്ത് അത് കാര്യമായി ബാധിച്ചില്ലെങ്കിലും പീഡിയാട്രിക് എന്ന എൻ്റെ വിഭാഗത്തിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒന്നുമില്ലാതെ പേഷ്യൻ്റ് വളരെ കുറവ് അനുഭവപ്പെടുന്നപ്പോൾ ഒരുപാട് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ടായി. മാത്രമല്ല എനിക്ക് 70 വയസ്സ് തികയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല സമയമാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭാവി തലമുറയ്ക്കായിട്ട് എഴുതണമെന്ന് തോന്നി. ഞാൻ ഈ പുസ്തകം എൻ്റെ പല ഭാഗങ്ങളും ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തെ പറ്റി സ്വയം ഒക്കെ ഒരു കാര്യവും ഞാൻ അതിൽ കണ്ടില്ല. കാരണം അഹംഭാവം ധരിക്കാൻ അള്ളാഹു മാത്രമേ അല്ലാതെ. പല രാത്രികൾ നമ്മളിതിൻ്റെ എഴുത്തുകാരനായ ബഷീർ തുപ്പിടെയും ഇടപെട്ടുകൊണ്ടാണ് പല പല പീസുകളുമായി എൻ്റെ ഈ 70 വർഷത്തെ ചരിത്രം ഇപ്പോൾ 74-ലെത്തിക്കുന്ന ചരിത്രം റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഏതാണ്ട് 50 വർഷമായിട്ട് ഈ മനുഷ്യൻ ഈ മരുഭൂമിയിലുണ്ട്. ഒമാനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. ജനറേറ്റർ വെച്ചിട്ടാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത്. എപ്പോഴും ഒരു ഉണർവായി നിൽക്കുന്നൊരു മനുഷ്യനാണ്. ആ അർത്ഥത്തിൽ വലിയ മാതൃകയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, എപ്പോഴും അത്തരം ഒരു ഊർജ്ജസ്വലത ഉള്ള ഒരാളെ അടയാളപ്പെടുത്തണമെന്ന ആഗ്രഹത്താലാണ് ഈ പുസ്തകം എഴുതിയത്. ഏതൊരു നമ്മൾ പഴയ സുഹൃത്തുക്കളെയും പഴയ നാട്ടുകാരെയൊക്കെ സഹായിക്കാനുള്ള ഒരു മനോഭാവം, അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ഈ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് തുടക്കം മുതൽ ഒരു ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഞങ്ങൾ ഒമാനിൽ ജോയിൻ ചെയ്തു. എൻ്റെ ആദ്യത്തെ മകൾക്ക് കുറച്ച് മാസങ്ങളുള്ളപ്പോഴാണ് അവൾ ഒരുമിച്ച് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മകൻ ഒമാനിൽ ജനിച്ചു 1978. അപ്പോൾ അവനും കൂടെയുണ്ട്. ബാക്കി ജീവിതം മനുഷ്യ നന്മയ്ക്കായി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിവുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ശിഷ്ട ജീവിതം അതിന് ഉതകുമെന്നുള്ള ആത്മവിശ്വാസമാണ്.